റഷ്യ ഉക്രൈൻ പ്രശ്നത്തിൽ മോസ്കോയിൽ ആക്രമണം നടത്താനുള്ള ഒരു അപ്രൂവൽ ട്രംപ് ഇടയ്ക്ക് നൽകിയിരുന്നു. എന്നാൽ അത് നൽകിയ അടുത്ത ചില മണിക്കൂറിൽ തന്നെ താൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല എന്ന് നിഷേധിക്കുകയും ചെയ്തു. ഇതിനുശേഷം റഷ്യ ഉക്രൈനിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് വളരെ ശക്തമായ ഒരു ആക്രമണം ചെയ്യാൻ തുടങ്ങി. ഇന്നലെ പോലും ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒഡീസ പോർട്ടിൽ നടന്ന ആക്രമണത്തിൽ വലിയൊരു നാശനഷ്ടം ഉക്രൈന് റഷ്യ നൽകിയെന്ന്. ഇതിന് പ്രതികാരം വീട്ടുന്ന രീതിയിൽ ഉക്രൈനും പല സംഭവങ്ങൾ റഷ്യയിൽ അഴിച്ചുവിടാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി പോലും ഉക്രൈൻ മോസ്കോയിൽ 20ലേറെ ഡ്രോൺസ് അയച്ച് ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യമായി റഷ്യയുടെ MiG-29 യുദ്ധവിമാനങ്ങൾ ക്രെംലിനിൽ നിന്നും വെറും 20 കിലോമീറ്റർ ദൂരത്തിൽ വെച്ച് 10ലധികം ഡ്രോൺസിനെ ഈ വിമാനങ്ങൾ വെച്ച് വെടിവെച്ച് വീഴ്ത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഉക്രൈൻ റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിലുള്ള ഗ്യാപ്പ് എല്ലാം ഗ്യാദർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ റഷ്യയുടെ ചില വ്യക്തികൾ തന്നെ ചെയ്ത കാര്യം റഷ്യയ്ക്ക് തന്നെ വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. ഏതൊക്കെ സ്ഥലങ്ങളിലാണോ എയർ ഡിഫൻസ് സിസ്റ്റം ഉള്ളത് അതിൻ്റെ ഡാറ്റാസ് എടുത്ത് നൽകുക, അല്ലെങ്കിൽ അതിൻ്റെ പിക്ചറൊക്കെ സോഷ്യൽ മീഡിയയിൽ നൽകുക. ഞങ്ങളുടെ വീടിനടുത്ത് ഒരു എയർ ഡിഫൻസ് സിസ്റ്റം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ ഡാറ്റാസ് എല്ലാം ഷെയർ ചെയ്യുന്നതിലൂടെ അവർക്ക് അവർ തന്നെ ഒരു വലിയ അപകടം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. ഈ ഡ്രോൺ വാർഫെയർ എന്നത് നാൾക്ക് നാൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാകും. 2022 മുതൽ 2025 വരെയുള്ള ഈ യുദ്ധം ഇതൊക്കെ പതിയെ രൂപം മാറിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിലൊക്കെ ഡ്രോണിന്റെ ഉപയോഗം കൂടുതൽ ഉണ്ടായിരുന്നുവെന്നുണ്ടെങ്കിലും അതൊക്കെ സൂയിസൈഡ് ഡ്രോൺസായി മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇങ്ങനെ കാലങ്ങൾ പോകുന്തോറും ഒരു ഗണ്ണിനെ ഡ്രോണിൽ വെച്ച് സൈനികർക്ക് നേരെ വെടിവെക്കുക, ഷോട്ട് ഗൺ ഡ്രോണിൽ ഫിക്സ് ചെയ്ത് ശത്രുക്കളുടെ ഡ്രോണിനെ ന്യൂട്രലൈസ് ചെയ്യുക, ഇങ്ങനെ ഈ ഡ്രോൺ വാർഫെയർ എന്നത് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റഷ്യ ഉക്രൈൻ്റെ സിറ്റീസിൽ, അതും പ്രധാനമായി ഒഡീസ പോർട്ട് സിറ്റിയിൽ നടത്തിയ ആക്രമണത്തിൽ ചില നമ്പർ ഓഫ് ഡ്രോൺസ് മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. അതിൻ്റെ കൂടെ ഇസ്കാന്ദർ മിസൈൽസും ഉപയോഗിച്ചു. എന്നാൽ ഇതേ രീതിയിൽ മോസ്കോയെ ആക്രമിക്കുന്ന തരത്തിൽ ഉക്രൈൻ്റെ പക്കൽ ഓൺ ഹോം ഗ്രൗണ്ട് സിസ്റ്റംസ് ഒന്നും തന്നെ ഇല്ല. അവർ ആശ്രയിച്ചിരിക്കുന്നത് പൂർണ്ണമായും വെസ്റ്റേൺ മിസൈൽസിനെയാണ്. ഈ വെസ്റ്റേൺ മിസൈൽസ് ഉപയോഗിച്ചും ഇനി മോസ്കോ ആക്രമിക്കാൻ കഴിയില്ല. അപ്പോൾ ഉക്രൈന് ഇപ്പോൾ തലസ്ഥാനത്തെ ആക്രമിക്കണം, റഷ്യൻ തലസ്ഥാനത്തെ ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരേ ഒരു ഓപ്ഷൻ ഈ ഡ്രോൺസ് മാത്രമാണ്. ഇങ്ങനെ ഈ ഡ്രോൺസിനെ കൂടുതൽ ഫയർ ചെയ്യുമ്പോൾ ഉക്രൈന് ഒരു വലിയ സ്ട്രാറ്റജി അവിടെ ഉണ്ടായിരുന്നു. ഒരേ ഡയറക്ഷനിലേക്ക് കൂടുതൽ ഡ്രോൺസിനെ ഫയർ ചെയ്യുമ്പോൾ, അതും മോസ്കോയ്ക്ക് ചുറ്റുമുള്ള എയർ ഡിഫൻസ് സിസ്റ്റംസ് എല്ലാ ഡ്രോൺസിനെയും ന്യൂട്രലൈസ് ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, ഇലക്ട്രോണിക് ജാമിംഗ്, ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട്സ് ഒക്കെ ഈ മോസ്കോയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ പലയിടങ്ങളിൽ നിർത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഉക്രൈൻ ഇവിടെ ചെയ്തത് റഷ്യയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഡ്രോൺസിനെ എല്ലാം ലോഞ്ച് ചെയ്യണം. മോസ്കോയിൽ നിന്നും 80 കിലോമീറ്റർ ദൂരത്തിൽ, 100 കിലോമീറ്റർ ദൂരത്തിൽ നിന്നൊക്കെ ഡ്രോൺസ് ലോഞ്ച് ചെയ്യും. അതേസമയം ഇവരും പാരലായി ഉക്രൈനുള്ളിൽ നിന്നുകൊണ്ട് ഇവ ലോഞ്ച് ചെയ്യുമ്പോൾ റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം മാത്രമല്ല അവിടെ ആശയക്കുഴപ്പത്തിലാകുന്നത്. റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ക്രൂ മെമ്പേഴ്സും പോലും പൂർണ്ണമായും അവിടെ സ്റ്റണ്ണായി പോകുന്നു. പെട്ടെന്ന് ഒരു റഡാർ പ്രൊഫൈൽ ഉക്രൈന്റെ അതിർത്തിയിൽ നിന്നും വരുന്നു എന്നുള്ളത് അറിയും. അതേസമയം ഒരു 40-50 കിലോമീറ്റർ അകലെ നിന്നും അടുത്ത സെറ്റ് ഓഫ് ലോഞ്ച് ആകുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പൂർണ്ണമായും അവർ അവിടെ സ്തംഭിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. ജൂലൈ മാസം 18, 19, 20 ഈ 3 ദിവസവും വളരെ പ്രധാനപ്പെട്ടതായി മാറിയിട്ടുണ്ട്. 18-ാം തീയതിയും 19-ാം തീയതിയും റഷ്യ ഉക്രൈനെ ആക്രമിച്ചു. 19, 20 ഇതിന് ഒരു റിട്ടാലിയേഷൻ ഉക്രൈൻ നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ മോസ്കോയുടെ ടാക്ടിക്സ് തന്നെ പൂർണ്ണമായും മാറിയിട്ടുണ്ട്. എങ്ങനെയെല്ലാം അവരെ പറ്റിക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടുത്തിടെ നടന്ന ഈ ഒരു സംഭവം ഡിമിറ്റോർസ്കി ഡിസ്ട്രിക്റ്റിലാണ് നടന്നത്. ഇത് മോസ്കോയിൽ നിന്നും കൃത്യം 41 കിലോമീറ്റർ ദൂരത്തിലുള്ള പ്രദേശമാണ്. മോസ്കോയ്ക്ക് അടുത്തുള്ള ഒരു പ്രവിശ്യ എന്ന് പറയാം. ഇവിടെ നിന്ന് 40ലധികം ഡ്രോൺസ് ആണ് റഷ്യയുടെ തലസ്ഥാനത്തെ നോക്കി അയച്ചത്. ഒരുപാട് ഇലക്ട്രോണിക് സിസ്റ്റംസ് ജാമിങ്ങിനായി ഉപയോഗിച്ചാലും പകുതിയിലേറെ ഡ്രോണുകളും ഈ ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് അകത്തേക്ക് വരുന്നുണ്ട്. എവിടെയെല്ലാം എയർ ഡിഫൻസ് സിസ്റ്റം നെറ്റ്വർക്ക്സ് കുറവാണ് അതെല്ലാം ഉപയോഗിച്ച് അകത്തേക്ക് നുഴയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് റഷ്യയുടെ MiG-29 വിമാനങ്ങൾ, സർവൈലൻസിലുള്ള വിമാനങ്ങൾ, ഇതിലെ 10ലധികം ഡ്രോൺസിനെ അവിടെ തന്നെ വെടിവെച്ച് വീഴ്ത്തതായും പറയുന്നു. ഒരുപാട് സിവിലിയൻസ് തന്നെ ഇതിന്റെ വീഡിയോസ് എല്ലാം പുറത്തുവിടുന്നുണ്ട്. ഈ ഡ്രോൺസിനെ MiG-29 ഹാൻഡിൽ ചെയ്യുന്നതും അത് താഴെ വീണ് പൊട്ടിത്തെറിക്കുന്നതും, തുറസായ പ്രദേശത്ത് വീണതിന് ശേഷം അവിടെ ഒരു സ്ഫോടനം ഉണ്ടാവുക, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചിത്രങ്ങളായും വീഡിയോസായും എടുത്തിട്ടുണ്ട്. എന്നാൽ അവിടെയും കേൾക്കാൻ ഒരുപാട് ചോദ്യം വരുന്നുണ്ട്. പ്രധാനപ്പെട്ടൊരു കാര്യം, മോസ്കോ എന്നത് റഷ്യയുടെ തലസ്ഥാനമാണ്. അങ്ങനെയുള്ള തലസ്ഥാനത്ത് S-400ന്റെ സംരക്ഷണമുണ്ട്. റഷ്യയുടെ മറ്റെല്ലാ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെയും സംരക്ഷണമുണ്ട്. ഒരുപാട് ഇലക്ട്രോണിക് ജാമിംഗ് യൂണിറ്റ്സിന്റെ ഉപയോഗവും അവിടെയുണ്ട്. എന്നാൽ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ട് കൂടിയും ഇന്നത്തെ മോഡേൺ വാർഫെയറിൽ ഈ സൂയിസൈഡ് ഡ്രോൺസിനെ ഒന്നും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഇതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ എത്ര അത്യാധുനിക എയർ ഡിഫൻസ് സിസ്റ്റം അവിടെ കൊണ്ടുവന്ന് വച്ചാലും സൃഷ്ടിച്ചാലും
വളരെ കുറഞ്ഞ ചീപ്പസ്റ്റ് ഡ്രോൺസിനെ അകത്തേക്ക് അയക്കുമ്പോൾ അവയെല്ലാം വളരെ നന്നായി തന്നെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ പോലും ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ട് അവരുടെ ജോലിയെ കൃത്യമായി ചെയ്തുകൊണ്ട് പോകും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ അമേരിക്കയുടെ പാട്രിയോട്ടിനെ മാറ്റി നിർത്താനാകില്ല, ഇനി ഇസ്രായേലിന്റെ എയറോ മാറ്റി നിർത്താനാകില്ല, നമ്മുടെ ആകാശിനെ മാറ്റി നിർത്താനാകില്ല, റഷ്യയുടെ S-400നെ മാറ്റി നിർത്താനാകില്ല. ഇവയെല്ലാം ഇവിടെ തിരിച്ചടി വാങ്ങാൻ ഈ ഡ്രോൺസിന്റെ ഉപയോഗം മാത്രമാണ് കാരണം. ഇപ്പൊ അവസാന സമയത്ത് ഇന്റർസെപ്റ്റ് ചെയ്തല്ലോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. 20 കിലോമീറ്റർ ഒരുപാട് ദൂരമൊന്നുമല്ല. ഈ ഡ്രോൺ പോകുന്ന വേഗതയിൽ പോവുകയാണെങ്കിൽ ചില മിനിറ്റിൽ തന്നെ മോസ്കോയിൽ ചെന്ന് ആക്രമിച്ചിട്ടുണ്ടാകാം. റഷ്യയുടെ ഇലക്ട്രോണിക് വാർഫെയർ യൂണിറ്റ്സ് ഒക്കെ അപ്പോൾ എന്താണ് ചെയ്തത്? മോസ്കോയിൽ നിന്നും ചില കിലോമീറ്റർ അകലെ വരെ ഈ ഡ്രോൺ വരുന്നതുവരെയും ഇവർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇങ്ങനെ ചോദിച്ചാൽ ഉക്രൈന് റഷ്യയുടെ ഡിഫൻസ് നെറ്റ്വർക്കിൽ നിന്ന് വളരെ ക്രെഡിബിളായ ഇന്റൽ ഇൻപുട്ട് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എവിടെയെല്ലാമാണോ എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ലാത്തത്, എവിടെ ഇലക്ട്രോണിക് വാർഫെയറിന്റെ സോൺ വീക്കാണ് എന്നുള്ളതൊക്കെ ഉക്രൈനെ കൊണ്ട് അത്ര പെട്ടെന്ന് കണ്ടെത്താനൊന്നും കഴിയില്ല. അതും ഈ പാറ്റേൺ നോക്കിയാൽ തന്നെ മനസ്സിലാക്കും. ഈ ഡ്രോൺസ് ഒന്നും നേരിട്ട് മോസ്കോ നോക്കിയല്ല ഫയർ ചെയ്തത്. ഉക്രൈന്റെ പല പ്രദേശങ്ങളിൽ നിന്നും ലോഞ്ച് ചെയ്യുകയും അവസാനം അറ്റാക്കിന് മുൻപ് 40 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ ഒരേ ഫോർമേഷനിൽ പോകുന്നത് പോലെ, അതായത് ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് പോകുന്നത് പോലെ ഈ പ്രോഗ്രാം എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഉക്രൈന് റഷ്യയുടെ ഡിഫൻസ് സർക്കിളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു വലിയ ഇൻപുട്ട് ലഭിക്കുന്നുണ്ട്. അത് റഷ്യ കണ്ടുപിടിക്കാതിരിക്കുകയാണെങ്കിൽ, ഈ കാര്യങ്ങളെല്ലാം വീണ്ടും ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ എവിടെയോ ഒരു ശരിയായി തിരിച്ചടി നേടാൻ റഷ്യ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ അവസാനമായി പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. റഷ്യ അവരുടെ സിറ്റിസൺസ് കാരണം തന്നെ ഒരു വലിയ പ്രശ്നത്തിൽ അകപ്പെടാൻ പോവുകയാണ്. 2-3 ഇമേജ് കാണിക്കാം, നിങ്ങൾ നോക്കുക. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, ഏതോ ഒരു ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിൽ റഷ്യയുടെ പങ്ഷീർ എയർ ഡിഫൻസ് സിസ്റ്റം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പ്രൊട്ടക്ഷന് വേണ്ടി നിർത്തിവെച്ചിരിക്കുന്നുവെന്ന്. എന്നാൽ ഈ ഒരു ഇമേജ് ഇപ്പോൾ എത്ര വൈറലാകുന്നു എന്നറിയണ്ടേ? ഇത് ഷെയർ ചെയ്തത് മറ്റാരുമല്ല, അവിടെ തൊട്ടടുത്തുള്ള ലോക്കൽ റെസിഡൻസ് ആണ് ഷെയർ ചെയ്തത്. ഒരു അക്കൗണ്ടിൽ നിന്ന് മാത്രമല്ല, ഈ ഒറ്റ സ്ഥലത്തുള്ള ഇമേജ് മത്സരിച്ച് പലരും ഷെയർ ചെയ്തിട്ടുണ്ട്, പല ആംഗിളിൽ നിന്ന്. ഇതൊക്കെ ഒരു പ്രൈഡായി ചിന്തിച്ച് ഇവർ അങ്ങനെ ചെയ്യുന്നോ എന്നൊന്നും അറിയില്ല. ഇവയൊക്കെ ഓരോ ആംഗിളിൽ നിന്നും എടുത്ത് ഓൺലൈനിൽ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇമേജ് എല്ലാം ഷെയർ ആയത് 4 ദിവസത്തിന് മുൻപാണ്. കൃത്യം 4 ദിവസത്തിൽ ഇങ്ങനെ ഒരു സ്ട്രൈക്ക് ഉക്രൈൻ പെർഫെക്റ്റ് ആയി തന്നെ പ്ലാൻ ചെയ്ത് അകത്ത് നടത്തിയിട്ടുണ്ട്, അതും ഡ്രോൺസ് വെച്ച്. അപ്പോൾ എല്ലാം ഒന്നോടൊന്ന് ഇന്റർ കണക്ട് ആകുന്ന കാര്യമാണ്. ഇത് റഷ്യക്ക് മാത്രമല്ല പ്രശ്നം, ഇങ്ങനെയുള്ള സിറ്റിസൺസ് ഒക്കെ എല്ലാ രാജ്യത്തുമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ പോലും ഓപ്പറേഷൻ സിന്ധൂർ നടന്ന സമയത്ത് ഒരുപാട് റിക്വസ്റ്റ് ഇന്ത്യൻ ഗവൺമെന്റ് നടത്തിയിരുന്നു, എന്നാൽ ആരും കേട്ടില്ല. നമ്മുടെ ആളുകൾ എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്കറിയാം. അതും നോർത്ത് ഇന്ത്യൻസ് ഒക്കെ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. ഏത് കാര്യമാണോ ചെയ്യരുത് എന്ന് പറയുന്നത് അതവർ പെർഫെക്റ്റ് ആയി തന്നെ ചെയ്യും. അതുകൊണ്ടാണ് 2 ലക്ഷത്തിലേറെ അക്കൗണ്ട്സ് പാകിസ്ഥാൻ ഫോളോ ചെയ്യുകയും ഇന്റൽ ഇൻപുട്ട് ഗ്യാദർ ചെയ്യുകയും ചെയ്തത്. അപ്പോൾ റഷ്യ ചെയ്തൊരു കാര്യം, അവർ ചെയ്തൊരു വലിയ തെറ്റ്, ഈ മിലിറ്ററി സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് ഓൺലൈനിൽ ഷെയർ ആകാൻ തുടങ്ങുന്നതാണ്. ഉക്രൈന് ഇത് വളരെ എളുപ്പമായി തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ പങ്ഷീർ എന്താണ് ചെയ്തത്? പങ്ഷീറിനെ കുറിച്ച് നീ തന്നെ ഒരുപാടൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ. ഈ ഡ്രോൺ ഇത്രത്തോളം വരുന്നതുവരെയും പങ്ഷീർ നോക്കിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ, പങ്ഷീറിന്റെ റേഞ്ച് വളരെ ലിമിറ്റഡ് ആണ്. 5 കിലോമീറ്റർ മുതൽ 12 കിലോമീറ്റർ വരെയാണ് മാക്സിമം അതിന്റെ എഫക്റ്റീവായ ഡിസ്റ്റൻസ്. ഇതിനിടയിൽ വരുന്ന ടാർഗറ്റ്സിനെ അത് ന്യൂട്രലൈസ് ചെയ്യും. ഈ റേഞ്ചിൽ നിന്നും പുറത്തുനിന്ന് വരുന്ന ടാർഗറ്റ്സിനെ അവയെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ പങ്ഷീർ ഇന്നുവരെയും ഉക്രൈൻ യുദ്ധത്തിൽ ക്യാപ്പബിളായ ഒരു സിസ്റ്റമായി തന്നെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഉക്രൈൻ എന്തോ ഒരു വലിയ കാര്യം പദ്ധതിയിടുകയാണ്. റഷ്യ ഇപ്പോൾ കൈകാര്യം ചെയ്യാതെ വിട്ടതുപോലെ വീണ്ടും അതങ്ങനെ തുടർന്നു കൊണ്ട് പോവുകയാണെങ്കിൽ, എവിടെയോ ഏതൊരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അത് മനസ്സിലാക്കാതെ തിരുത്താതെ വിടുകയാണെങ്കിൽ, ഈ ബോംബർ ഫ്ലൈറ്റിൽ നടന്നില്ലേ ഒരു അറ്റാക്ക്, അതിനേക്കാൾ വലുതായി എന്തോ തീർച്ചയായും റഷ്യയ്ക്കുള്ളിൽ സംഭവിക്കും. യുദ്ധം വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ട്രംപ് പറഞ്ഞത് പുടിൻ കേട്ടില്ല. അതേസമയം ഉക്രൈൻ വെപ്പൺ സിസ്റ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവയെല്ലാം ചേർന്ന് ഒരു പ്രധാനപ്പെട്ട പോയിന്റിൽ ഈ യുദ്ധത്തെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. റഷ്യ വളരെ സാവധാനം ആലോചിച്ച് ചിന്തിച്ച് പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ ഉക്രൈന്റെ പക്കൽ നിന്നും ഏതോ ഒരു വലിയ അടിവാങ്ങാനായി റഷ്യ കാത്തിരിക്കുകയാണ്. റഷ്യക്ക് ഇത് വലിയ നഷ്ടമായി മാറാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. മോസ്കോയിൽ നിന്നും വെറും 20 കിലോമീറ്റർ ദൂരത്തിൽ ഇലക്ട്രോണിക് ജാമിംഗ് യൂണിറ്റ്സിനെ എല്ലാം കടന്ന് അതിനെ ബൈപ്പാസ് ചെയ്ത് ഉക്രൈൻ ഇത്രത്തോളം ഒരു വലിയ ഡ്രോൺ അറ്റാക്ക് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യത്തെ തവണയാണ്. റഷ്യ ഇതിനു വേണ്ടി MiG-29 വിമാനങ്ങൾ ഉപയോഗിച്ചു. ഇതും ആദ്യത്തെ തവണയാണ്. ഇതെന്തായിരിക്കും കാരണം? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.